വിവിധ പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഏതാനും ചില പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റു പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ കൊക്കയാർ പഞ്ചായത്തിന്റെ ഭരണവും ഇത്തവണ ആർക്കൊപ്പം എന്നതാണ് ഇപ്പോഴും നോക്കിക്കാണേണ്ടത്. എന്തായാലും ദേവികുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അഖിൽ ചേർന്ന്. അഖിൽ, ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ ചിത്രം വ്യക്തമാക്കാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദേവികുളം നിയോജകമണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. പ്രധാനമായി പരിശോധിച്ചാൽ അടിമാലി പഞ്ചായത്ത് 24 വാർഡുകളുള്ള ഒരു പഞ്ചായത്താണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ UDF വിജയം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നാണ് കണക്കാക്കുന്നത്. ബാബു പി കുര്യാക്കോസാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. CK ഷാജിയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി. 24 വാർഡുകളിൽ സ്വതന്ത്രന്റെ അടക്കം 18 അംഗങ്ങളുടെ പിന്തുണ UDFന് ഉണ്ട്. 4 അംഗങ്ങളാണ് LDFനുള്ളത്. ഒരു സ്വതന്ത്ര അംഗമുണ്ട്. അങ്ങനെയാണ് 24 വാർഡുകളിലെ ഒരു സ്ഥിതി. മറ്റൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്താണ്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനുകളാണുള്ളത്. 12 ഡിവിഷനുകളിൽ 12 ഡിവിഷനുകളുള്ളത്. 12 ഡിവിഷനുകളിൽ 10 ഡിവിഷനുകളിൽ UDF അംഗങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. 2 ഡിവിഷനിലാണ് LDF വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് ആധിപത്യം ഉണ്ടാവും. UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് കരുതുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലം സ്ഥിരമായ ഒരു സ്ഥിരത ഉണ്ടായിരുന്ന പഞ്ചായത്ത് ആയിരുന്നില്ല. കാരണം മുന്നണികൾ മാറി മാറി ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു. പ്രസിഡന്റുമാർ മാറി മാറി വന്ന ഒരു പഞ്ചായത്താണ്. പക്ഷെ ഇത്തവണ അടിമാലി ഗ്രാമപഞ്ചായത്തിന് UDFന് ഒരു വ്യക്തമായ ആധിപത്യം, ഒരു ലീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് കണക്കാക്കാം. മറ്റു പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇത്തവണയും LDF ആണ്. അതുകൊണ്ട് തന്നെ അവിടെയും LDFന്റെ പ്രസിഡന്റ് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇടമലക്കുടി പഞ്ചായത്ത് LDF വിജയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളത്തൂവൽ പഞ്ചായത്ത് കഴിഞ്ഞ തവണ LDF വിജയിച്ച ഒരു പഞ്ചായത്തായിരുന്നു. ഇത്തവണ അത് UDF തിരിച്ചു പിടിച്ചു. ഈ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ഇത്തവണ UDFന് വ്യക്തമായ ഒരു ആധിപത്യമുണ്ട്. വാർഡുകളുടെ എണ്ണത്തിന്റെ വിജയം കൈവരിച്ച കാര്യത്തിൽ UDFന് വ്യക്തമായ ആധിപത്യമുണ്ട്. ജോർജ് തോമസ് ആണ് അവിടെ ഈ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അവിടെയും UDF ഈ ആധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ കൊന്നതിരി പഞ്ചായത്തിലെ CK പ്രസാദാണ് UDFന്റെ സ്ഥാനാർത്ഥി. കൊന്നതിരി പഞ്ചായത്തിൽ UDF ആണ് വിജയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അത് UDF തിരിച്ചു പിടിച്ചിരുന്നു. മറ്റൊരു പഞ്ചായത്ത് മാങ്ങളം ഗ്രാമപഞ്ചായത്താണ്. മാങ്ങളം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി LDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്. ഇത്തവണ ആ പഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചു. സാജു കുന്നലാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. 14 വാർഡുകളുള്ളതിൽ 10 വാർഡുകളിലും മാങ്കുളത്ത് UDF ആണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതിയത്. ഈ രീതിയിൽ വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കാൻ അല്പസമയത്തിനകം നമുക്ക് വ്യക്തമായ ചിത്രം വ്യക്തമാകും. നിധി, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ചേരുന്നു. അനീഷ്, ഏറെ ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ. എന്താണ് വിശദാംശങ്ങൾ? ഇതിൽ ഇപ്പോൾ പ്രസിഡന്റ് അധ്യക്ഷന്മാരെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലെയും അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലടക്കം അധ്യക്ഷയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷമാണ് നേടിയത്. ഇവിടെ മിനി ടോമി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പമ്പാടുംപാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മിനി ടോമിയെ അല്പം മുമ്പാണ് തെരഞ്ഞെടുത്തത്. ഇപ്പോൾ അവര് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക ചെയറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടെ എത്തി പുതിയ പ്രസിഡന്റിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, സ്വീകരണം നൽകുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ്. ഇനി ഉടുമ്പൻചോലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം, ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലാണ്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ UDFനും LDFനും 7 വീതം സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. CPMലെ M ഈശ്വരനാണ് രാജകുമാരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനുശേഷം പാമ്പാടുംപാറയിലേക്ക് എത്തുമ്പോൾ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ UDFലെ കോൺഗ്രസ് മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അവിടെ റൂബി ജോസഫ്, കോൺഗ്രസിലെ റൂബി ജോസഫാണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്, അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 5 മണി വരെ നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുവാനായത്. കോൺഗ്രസിലെ
ഷിഹാബ് ഈട്ടിക്കലിനെയാണ് ഇപ്പോൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ പ്രകാരം 3 പ്രസിഡന്റുമാരായിരിക്കും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുക. ജിജോ മരങ്ങാട് 1.5 വർഷവും പി.ജെ. ജോമോൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി.ജെ. ജോമോൻ 1.5 വർഷവും ഷിഹാബ് ഈട്ടിക്കൽ 2 വർഷവും എന്നുള്ള ഒരു ധാരണയാണ്. എന്താണെങ്കിലും ആദ്യ ടൈമിൽ കോൺഗ്രസിലെ ഷിഹാബ് ഈട്ടിക്കലാണ് ഇപ്പോൾ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുള്ളത്. കരുണാപുരത്തേക്ക് എത്തുമ്പോൾ CPM-ലെ ബിനുവിനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഉടുമ്പൻചോലയിൽ വാർഡ് 7-ൽ നിന്നും വിജയിച്ച CPM-ലെ നാഗജ്യോതി ഭാസ്കറിനെ ഏകകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടെ 2 അംഗങ്ങൾ മാത്രമാണ് UDF-നുള്ളത്. നാഗജ്യോതി ഭാസ്കർ 7ാം വാർഡിൽ നിന്നും വിജയിച്ചു വന്ന CPM-ലെ നാഗജ്യോതി ഭാസ്കറിനെ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ശാന്തൻപാറയിൽ ജിഷ ദിലീപാണ്, അതും CPM-ൽ നിന്നുള്ള അംഗമാണ്. ജിഷ ദിലീപിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സേനാപതിയിൽ അരുൺ അശോകനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. രാജാക്കാട് അതായത് CPM-ന്റെ കോട്ടയായിരുന്ന രാജാക്കാട് ഇത്തവണ കോൺഗ്രസ് UDF പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ കോൺഗ്രസിലെ കിങ്ങിണി രാജേന്ദ്രനാണ് ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും വിവിധ പഞ്ചായത്തുകളിൽ ഉടുമ്പൻചോലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ പുതിയ അധ്യക്ഷന്മാർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റവും കേന്ദ്രമായിരുന്ന രാജകുമാരി ഗ്രാമപഞ്ചായത്തില് CPM പിടിച്ചെടുക്കുന്നു. 7 സീറ്റുകളായിരുന്നു ഇവിടെ ഉള്ളത്. CPM-ലെ M. ഈശ്വരനാണ് ഇപ്പോൾ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്.